എല്ലാവർക്കും നമസ്കാരം. വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് അസോസിയേഷനെ കുറിച്ച് രണ്ട് വാക്ക്. വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് അസോസിയേഷൻ ഒരു സ്വതന്ത്ര സംഘടനയാണ്. വിശ്വകർമ്മരിലെ കുട്ടികളെയും യുവതി യുവാക്കളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, കലാ കായികപരമായ കഴിവുകളെ വളർത്തിയെടുത്ത് അവരെ രാജ്യത്തിനും സമൂഹത്തിനും പ്രയോജനപ്പെടുന്നവരാക്കി മാറ്റുക എന്നുള്ളതാണ് വൈമയുടെ ലക്ഷ്യം. വൈമ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട്. എല്ലാവരെയും ഞാൻ വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശ്വലയം 2025 എന്ന പേരിൽ കലാമേളയും കുടുംബ സംഗമവും നടക്കുകയാണ്. ഏവരെയും ഞാൻ വിശ്വലയം 2025 സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് വിശ്വകർമ്മ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് അസോസിയേഷന്റെ ഭാഗമായ വിശ്വലയം 2025 എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. 2024-2025 കാലയളവിൽ അസോസിയേഷന്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. വിശ്വകർമ്മജരുടെ ഉന്നമനത്തിനു വേണ്ടി ഒരു കൂട്ടം യുവജനങ്ങൾ മുന്നിട്ടിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് അസോസിയേഷൻ എന്നത് നിങ്ങൾക്ക് ഇവർക്കും അറിയാം. ഇനിയും ഇതിന്റെ ഭാഗമാകാത്ത നമ്മുടെ ഇടയിലുള്ള ഓരോ യുവജനങ്ങളും ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്നാണ് എന്റെ എളിയ അഭ്യർത്ഥന. വിശ്വലയം 2025 എന്ന പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കാൻ ജഗദീശ്വരൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് അസോസിയേഷന്റെ 2024-25 കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആത്മീയ, സാമൂഹിക, സാംസ്കാരിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടനവധി കർമ്മ പദ്ധതികൾക്ക് കഴിഞ്ഞ നാളുകളിൽ തുടക്കം കുറിക്കുവാൻ വൈമയ്ക്ക് സാധിച്ചു എന്നത് അഭിമാനകരമാണ്. ഇതിനായി പ്രവർത്തിച്ച എല്ലാവരോടും വൈമയുടെ പേരിൽ എന്റെ വ്യക്തിപരമായുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് അസോസിയേഷന്റെ പഞ്ചമി പ്രാർത്ഥന എല്ലാ മാസവും നടന്നു വരുന്നു. വിശേഷാൽ ദിവസങ്ങളിലും അല്ലാതെയും നമ്മുടെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വൈമ ഭാരവാഹികളെ സമീപിക്കേണ്ടതാണ്. 44 അംഗങ്ങൾ പങ്കെടുത്ത ടൂർ പ്രോഗ്രാം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, മൃഗശാല, ആഴിമല ശിവക്ഷേത്രം, കോവളം ബീച്ച് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് രാത്രി 11:30 പൂവത്തൂർ വിശ്വകർമ്മ ക്ഷേത്രത്തിൽ തിരികെ എത്തിച്ചേർന്നു. 2025 വർഷത്തെ വൈമ തയ്യാറാക്കിയ കലണ്ടറിന്റെ പ്രകാശനവും 2ാം ഘട്ട ഗ്രഹസമ്പർക്കത്തിന്റെ ഉദ്ഘാടനവും പൂവത്തൂർ വിശ്വകർമ്മ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് 8 ഡിസംബർ 2024 2 PM നടത്തപ്പെടുകയുണ്ടായി. വൈമ ഉപദേശക സമിതി അംഗം ശ്രീ വിനയകുമാർ വി കലണ്ടർ പ്രകാശനം ചെയ്തു. വൈമ ഉപദേശക സമിതി അംഗം ശ്രീ അജേഷ് കുമാർ MN ആദ്യ കോപ്പി വിതരണം ചെയ്തു. വൈമയുടെ ആഭിമുഖ്യത്തിൽ 2024 സെപ്റ്റംബർ 8 ഞായറാഴ്ച വിവിധ പരിപാടികളോടെ ഋഷിപഞ്ചമി ആഘോഷിക്കുകയുണ്ടായി. കോയിപ്പുറം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സംഘടിപ്പിച്ച ഇരുചക്ര വാഹന റാലി പൂവത്തൂർ പന്നിപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പൂവത്തൂർ വിരാട് വിശ്വകർമ്മ ക്ഷേത്രത്തിൽ സമാപിച്ച ഘോഷയാത്ര, ഋഷിപഞ്ചമി സന്ദേശ പ്രഭാഷണം, മധുര വിതരണം, സമ്മാനദാനം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. ഓണത്തോടനുബന്ധിച്ച് 3500 രൂപയുടെ പലവ്യഞ്ജന സാധനങ്ങൾ അടങ്ങിയ കിറ്റ് പദ്ധതിയുടെ ഭാഗമായ അംഗങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതാണ്. ഓഗസ്റ്റ് 2025 വരെ തുടർന്ന് ഈ പദ്ധതിയുടെ ഭാഗമാകുവാനോ താല്പര്യമുള്ളവർ വൈമ ഭാരവാഹികളെ സമീപിക്കേണ്ടതാണ്. വൈമയുടെ പഠന ക്ലാസ് 13 ഒക്ടോബർ 2024 നവമി ദിനത്തിൽ പഠനശിബിരം 2024 എന്ന പേരിൽ ആരംഭിച്ചു. ആത്മീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി വിശിഷ്ട വ്യക്തികൾ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വൈമയുടെ അംഗങ്ങളുടെ ഇടയിൽ പഠിക്കുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികൾക്കും ചികിത്സാ സഹായങ്ങൾ ആവശ്യമായവർക്കും സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുവാൻ സംഘടന എന്ന നിലയിൽ സാധിച്ചു എന്നത് വളരെ അഭിമാനകരമാണ്. വിശ്വലയം 2024 വൈമയുടെ ആഭിമുഖ്യത്തിൽ വിശ്വലയം 2024 എന്ന പേരിൽ ഒരു കലാമേളയും കുടുംബ സംഗമവും 2024
മെയ് 19 തോണിപ്പുഴ YMCA ഹാളിൽ വെച്ചും 26-ാം തീയതി പുല്ലാട് കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചും നടന്നു. വിശ്വകർമ്മ സമൂഹത്തിലെ കുട്ടികളുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊടുത്ത ഈ പ്രോഗ്രാമിൽ 87 കുട്ടികൾ അവരുടെ കലാവാസനകൾ പ്രദർശിപ്പിക്കുവാൻ സാധിച്ചു എന്നത് വൈമയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. മാർച്ച് 2025 വൈമയെ ഒരു അസോസിയേഷനായി രജിസ്റ്റർ ചെയ്തു. ഇത് അഭിമാനകരമായ കാര്യമാണ്. വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് അസോസിയേഷൻ 2024-25 പ്രവർത്തന വർഷം നടപ്പിലാക്കിയ ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ലഘു വിവരണമാണ് ഇവിടെ നൽകിയത്.